ഇന്നെനിക്ക് ന്യൂസ് 8-ൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് 8-ലുള്ള ആൾക്കാർ വീട്ടിൽ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, ഈവനിങ് ഇങ്ങോട്ടായപ്പോഴേക്കും ഈ ന്യൂസ് 8-ലുള്ള ചേട്ടന് നിൽക്കപ്പൊറുതില്ലാത്ത അവസ്ഥ. ഓരോരുത്തർ വിളിക്കുകയാണ്. അതിൽ വിളിച്ച ഒരാളുടെ ഡീറ്റെയിൽ ഞാൻ പറയട്ടെ. നമ്മുടെ പ്യാലക്കൽ അമ്മച്ചി. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് വീഡിയോസൊക്കെ കൊടുക്കുക? ഇങ്ങനെയാ ഞാൻ എന്താണെന്നറിയോ? അതാണ് ഇതാണ്. പ്യാലക്കൽ അമ്മച്ചിക്കും കൂട്ടക്കാർക്കും എന്തോ പറയാനുണ്ട്. പറയാണ്ടേ പറഞ്ഞോളി. നിങ്ങളിപ്പോൾ പറയണ്ടെന്ന് ഇപ്പോൾ ആരോ പറഞ്ഞോ? ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് റൈറ്റിലുള്ളതും ലെഫ്റ്റിലുള്ളതും കേൾക്കാൻ തയ്യാറാണ്. വാദിയുടേതും പ്രതിയുടേതും അവർ കേൾക്കും. ഒരാളുടേത് മാത്രമല്ല കേൾക്കുന്നത്. അപ്പം നാളെ രാവിലെ കണ്ണൂരല്ലേ നിങ്ങളെ വീട്? കണ്ണൂരിൽ നിന്ന് നിങ്ങളെ കൂട്ടക്കാരും കൂടിയും നേരെ കോഴിക്കോട് വരിക. ന്യൂസ് 8 ഓഫീസിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളെയും കാണണ്ടേ. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കരുത്. അത് മോശമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള മുഴുവനോ പറയാം. പിന്നെ ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ തെളിവൊക്കെ എടുക്കാൻ മറന്നു വരുതേ. മറ്റേ ആടെത്തിയിട്ട് ബബ്ബ അടിച്ചു പോവും. അതുകൊണ്ട് തെളിവ് നിങ്ങൾ എടുക്കണം. അപ്പം അമ്മയ്ക്ക് കുറേ ഉപദേശവും ഉണ്ടാക്കിയും RSS BJP എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മൊയന്തുണ്ണിയും RSSലാണ് BJPയിലാണെന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നതല്ലേ? പിന്നെ ഒരു പുള്ള ചേച്ചി എന്നെ ഉപദ്രവിക്കുന്നതല്ലേ? വേറെയുള്ള എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നതല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുള്ള ചേച്ചിയും വിളിച്ചു. പുള്ള ചേച്ചി പിന്നെ അങ്ങനെ ഈ പ്യാലക്കൽ അമ്മച്ചിൻ്റെ മാതിരി പൊട്ടിത്തെറിച്ചിട്ടോ ഇക്കിളി കുട്ടിയിട്ടോ ഒന്നുമില്ല. പക്ഷേ പുള്ള ചേച്ചി കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആരായിരുന്നു വിളിച്ചേ? അങ്ങനെ 4-5 ആൾക്കാർ വിളിച്ചു എന്ന് പറഞ്ഞു. മൂന്നാമത് വിളിച്ച ആളെ പറയാൻ മറന്നുപോയി. മടത്തറി തള്ള. അപ്പം തെരിത്തള്ളയാണ് മൂന്നാമത് വിളിച്ചത്. അപ്പം തെരിത്തള്ള വിളിച്ചപ്പം ആ ചേട്ടായി എന്തോ തിരക്കിലായിരുന്നു, ഞാൻ പിന്നെ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ചേട്ടായി വെച്ചു. അപ്പോൾ തെരിത്തള്ളേ, എനിക്ക് പറയാനല്ലേ, ഇനി എൻ്റെ കൂട്ടക്കാർ നാളെ രാവിലെ തന്നെ ഇറങ്ങിക്കോ. എനിക്ക് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ട്രെയിന് ഒരു 6-6:45 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയും എൻ്റെ കൂട്ടക്കാരോടും വാ. തെളിവെടുക്കാൻ മറക്കരുതേ. തെളിവാണ് ബിഗിലേ മുഖ്യം. അപ്പം അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴേക്ക് ഇവരൊക്കെ എന്തിനാ അങ്ങനെ ഭയപ്പെടുന്നത്? ഞാനേ ഗുരുവായൂർ സ്റ്റേഷനിൽ പോയപ്പം അവിടെ എന്നോടൊരാൾ പറഞ്ഞു, ഫോണിന് റെസ്റ്റ് ഇല്ല. കണ്ണൂരിൽ നിന്ന് മറ്റേ പ്രവർത്തകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം വിളിച്ച് സൂയിപ്പാക്കുകയല്ലേ. ജസ്റ്റിനെ അറസ്റ്റ് ചെയ്തോ? ജസ്റ്റിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ജസ്റ്റിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക? ദിവസം ഒരു 10-20 വിളിയൊക്കെ പിന്നെ വിളിച്ചിട്ടുണ്ടോ അല്ലേ? ഒടുക്കം എടാ കള്ള, നീ നമ്മുടെ കള്ളം ഭാസ്കരനല്ലേ എന്ന് പേരങ്ങോട്ട് ചോദിച്ചതിന് ശേഷം പാലക്കൽ അമ്മച്ചി വിളിച്ചില്ല. എന്താ എൻ്റെ അമ്മച്ചി കുറേ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ എന്തോ എന്നെ ഒളിപ്പിക്കുന്നതിൽ എസ്ഐൻ്റെ വീട്ടിൽ നോക്കിയ അങ്ങനെ എന്തോ ഒരു പോസ്റ്റും തള്ളിച്ചിട്ടു. എന്നാ ചെയ്യാനാ തള്ളച്ചിയെ? അപ്പം അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഏതായാലും ന്യൂസ് 8 ചേട്ടന് സുസത്തതയും സദാമനവും കൊടുത്തിട്ടില്ല. ഏതായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്തിനാണ് മക്കളെ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? എൻ്റെ വാക്കുകളെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയി എന്ന് സ്വയം തോന്നുന്നില്ലേ? എന്തോ ആക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഈ വിവരം ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ച്. കാരണം പ്യാലക്കൽ അമ്മച്ചി ഉറക്കമൊഴിഞ്ഞ് എൻ്റെ വീഡിയോ നോക്കി നിൽക്കുകയായിരിക്കുമല്ലോ.
അമ്മച്ചിയുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ട് അത് തന്നെ ഞാൻ തമ്പിലൈനിടും. ഓക്കെ, ടാറ്റാ.